ഹായ് സോയി മച്ചാവരെ, വെൽക്കം ബാക്ക് ടു ഒരു ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മളുടെ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ നമ്മൾ ഇന്നൊരു പുതിയൊരു വണ്ടി ഇറക്കാൻ പോവാണ്. വണ്ടി എന്ന് വെച്ചാൽ ഒരു കിടിലൻ വണ്ടി. അത് സർപ്രൈസ് ആണ്. ZS വണ്ടി കാര്യങ്ങളൊക്കെ. ബട്ട് കുറച്ച് ZS കുറച്ചൊക്കെ മേലക്ക് പൊന്തിയ കിടിലൻ വണ്ടിയാണ് നമ്മൾ എടുക്കാൻ പോണത്. എന്തായാലും ഇത് എന്തായാലും കലക്കും. കാരണം എന്ന് വെച്ചാൽ കിടിലൻ വണ്ടിയാണ് നമ്മൾ ഇറക്കാൻ പോണത്. ഫുള്ള് വൈറ്റ് ആണ് കളറ്. ഇനിയുള്ള കേരളത്തിലെ നിയമം മാറുമ്പോൾ നമ്മൾ ഇതാക്കും. അപ്പോൾ നമ്മൾ പോണ ഇതിലാന്ന് വെച്ചാൽ നമ്മളെ സ്വന്തം BMR കുട്ടലിലാണ്. അപ്പോൾ ഞാനും മാത്രമേ ഉള്ളൂ. പിന്നെ അവിടുന്ന് ആൾക്കാരൊക്കെ കയറുണ്ടാവും. അപ്പോ നമ്മളും കാര്യങ്ങളൊക്കെ ആസ്കോ ലൈലാൻഡിന്റെ വണ്ടി എടുക്കാൻ പോണത്. അപ്പൊ അങ്ങനെയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഗോ ടു 100 സബ്സ്ക്രൈബേഴ്സിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് എത്രത്തോളം എത്താൻ പറ്റുമെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മളെ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിട്ട് പോവാം. അപ്പൊ നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മളെ ചിറക്കലും കാര്യങ്ങളൊക്കെ കയറാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പൊ ഞാൻ മറ്റേ ക്യാമറ വെച്ചിട്ടുള്ളത് ഗോബ്രോന്റെ നമ്മുടെ ഇതിയും വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഡ്രോൺ വെച്ചിട്ടുണ്ട്. അങ്ങനെ സെറ്റാക്കി നമ്മൾ നേരെ വണ്ടിയിൽ കയറാൻ പോണം. വണ്ടി ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോ ഞാൻ സംസാരിക്കുന്ന ഒരു മൈക്കിലാണ്. പുതിയ മൈക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോ വീഡിയോ എടുക്കുന്ന ഫോണിൽ തന്നെയാണ്. സാധാരണ വീഡിയോ എടുക്കാറൊക്കെ ഫോണിൽ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം പറയാം, ഇത് ഒറിജിനൽ ഒന്നുമല്ല, ഇത് ഡൂപ്ലി ഒരു ഗെയിമാണ്. ബസ് സിമുലേറ്റർ ആണ്. എല്ലാ വണ്ടിപ്രാന്തന്മാരും ഇത് കളിക്കാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലവരെ വണ്ടിപ്രാന്തന്മാരൊക്കെ ഇത് കളിക്കും. ബട്ട് ഞാനും ഈ ഒരു ഗെയിം കളിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കിഡിലും കണ്ടന്റ്സ് ഒക്കെ നമ്മൾ ഇനിയും വിടുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം, നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇനി കൂടുതൽ ചേഞ്ച് ആവൊക്കെ ആയിരിക്കും. നമ്മളെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ലിവറി, നമ്മുടെ സ്വന്തം ലിവറൊക്കെ നമ്മൾ ഇനി വിടുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഗ്യാങ് ബേസിന്റെ ലിവറി നമ്മൾ പബ്ലിഷ് ആക്കുന്നുണ്ട്. ഗ്യാങ് ബേസിന്റെ അല്ല, സോറി, വേറെ ഏതെങ്കിലും കിള്ളം ബസ്സിന്റെ ഒക്കെ ലിവറി നമ്മൾ വിടുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ടാരും പേടിക്കണ്ട. അപ്പൊ നമ്മൾ ലിവറിയും കാര്യങ്ങളൊക്കെ തീർച്ചയായും നമ്മൾ എടുക്കുന്നതായിരിക്കും. നമ്മളെ ലിവറും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണം എന്ന് നമുക്കൊന്നും ഒരു ഉദ്ദേശമുണ്ട്. അപ്പൊ നമ്മളും കാര്യങ്ങളൊക്കെ കുറച്ച് ആൾക്കാർ കയറിയിട്ടുള്ളൂ. ഇനി നമുക്ക് നേരെ ഇതെടുത്ത് പോയിട്ടല്ല, ചിലവരൊക്കെ അവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ നമുക്ക് എന്തായാലും അവരെത്തിയിട്ട് നമുക്ക് കുറച്ചൊക്കെ പണിയുണ്ട്. കാരണം എന്താ വെച്ചാല് നമ്മളൊരു വലിയൊരു ആസ്കോ ലൈലാൻഡിലേക്കാണ് പോണത്. അപ്പോ അതും കാര്യങ്ങളൊക്കെ നമ്മൾ സൈഡിലാണ്. ബട്ട് ഇനി നമുക്ക് തോനെ കുറച്ചൊക്കെ പോവാനുണ്ട്. കുറച്ചല്ല, നമുക്ക് കട്ടിങ് കിട്ടില്ല, ടേണിങ് കിട്ടത്തില്ല. അതാണ് പ്രശ്നം. അപ്പൊ ഇവിടെ ഫുള്ള് KSRTCകളെ ഇതാണ്. KSRTCയും പ്രൈവറ്റ് ബസ്സല്ല, മറ്റേ കോഴിക്കോട് ബസ്, കണ്ണൂർ ബസ്, അതേപോലെ തന്നെ ബസ്സാണ് ഇവിടെ നിറച്ചുള്ളത്. ഞാനിപ്പോ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാ. ഇൻഡിക്കേറ്റർ ഇതിൽ കൂടെ ആക്കാൻ പറ്റത്തില്ല, അതിലൂടെ പറ്റത്തുള്ളൂ. എല്ലാവരും ഇൻഡിക്കേറ്റർ ഇടണ്ടല്ലോ, അറിയത്തില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ഫുള്ള് വൈബായിട്ട് പോവാം. പിന്നെ വേറൊരു കാര്യം, ഇതൊരു ഗെയിമാണ്. അപ്പോ അതിനനുസരിച്ച് എല്ലാരും പറയാ. പിന്നെ ചിലവരൊക്കെ വിചാരിക്കും ഇതൊരു ഗെയിമല്ല, ഒരു ഒറിജിനൽ റിയലിസ്റ്റിക് ആണെന്ന്. അപ്പോ ചിലവർക്ക് മനസ്സിലാവും, ചിലവർക്ക് മനസ്സിലാവില്ല. അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പോ നമ്മളും കാര്യങ്ങളൊക്കെ ഇതാ എത്താനായിട്ടുണ്ട്. എത്താനെന്ന് വെച്ചാൽ നമ്മളിപ്പോ ആ ടേണിങ് നമുക്ക് ചെറുതായിട്ടൊന്ന് കൂടി പോയി എത്താനായിട്ട് നമുക്ക് നമ്മൾ ഷെഡിന്റെ അടുത്താണ് നമുക്കുള്ളത്. അപ്പൊ നമ്മൾ ഷെഡിൽ വലിയൊരു പുലിക്കുട്ടി തന്നെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി കുറച്ചൊക്കെ പോവാണ്ട്. ഷോറൂം ചെറിയ ഷോറൂമാണ്, സർവീസ് ഒന്നുമില്ല. ഈ വണ്ടി വിൽപ്പന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോ നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് ഇവിടെ നിർത്തണ്ട. ഇവിടെ നമ്മളെ അജ്ജി ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ കയറ്റാനുള്ള പെർമിഷൻ ഇല്ല. പെർമിഷൻ ഇല്ലാന്ന് വെച്ചാ കയറ്റാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അജ്ജിയും കാര്യങ്ങളൊക്കെ കയറട്ടെ. അപ്പൊ നമ്മൾ അജ്ജിയും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇനി ആരും കയറ്റത്തില്ല. നമ്മളൊന്ന് നേരെ നമ്മുടെ ബസ് എടുക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ വളരെ എല്ലാവരും എക്സൈറ്റഡ് ആണ്. നമ്മളെ പാക്കേജറിന് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ല. ഞാൻ മോഡൽ പറഞ്ഞു കൊടുത്തു, എങ്ങനെയാന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പൊ പറയുന്നത് നല്ല കിട്ടുന്ന വണ്ടിയാണ് എന്നാണ് അവനൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ എക്സൈറ്റഡ് ആവല്ലോ. ഇപ്പോ പോലീസ് സ്റ്റേഷൻ ആണ് അത്. നമ്മളെ മുഖ്യമന്ത്രിയും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. വെറുതെ പറഞ്ഞ മുഖ്യമന്ത്രി ഒന്നും ഇല്ല. ബട്ട് എന്നാലും നമ്മൾ ഇനി കേരളത്തില്, അതായത് ഒറിജിനൽ കേരളത്തില് എന്തെങ്കിലുമൊക്കെ ഇതായാൽ നമ്മൾ ഇവിടെയും കളർ വണ്ടി ഇറക്കുന്നതായിരിക്കും. നമ്മൾ ഒരു വീഡിയോ ഇടുമ്പോ കണ്ടന്റ് വേണം. കണ്ടന്റ് ഇല്ലാതെ ഒരു സാധാമാരി വിട്ടിട്ട് കാര്യമൊന്നുമില്ല. അപ്പോ കുറച്ച് അറിവൊക്കെ വേണം വണ്ടി ഇങ്ങനെ വിടണം എന്നൊക്കെ. ആദ്യമൊന്നും എനിക്ക് അറിവില്ലായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ ഒക്കെ സെറ്റ് ആക്കി ഞാനിങ്ങനെ വീഡിയോ ഇതാക്കുമായിരുന്നു.
അപ്പോ നമ്മളെ സ്ഥലവും കാര്യങ്ങളൊക്കെ കുറച്ച് എത്താനായിട്ടുണ്ട്. നമ്മളെ ഷെഡ് ഇവിടെ എടുത്താണ്. ഇപ്പോൾ നമുക്ക് എന്തായാലും ടേണിങ്ങിലേക്ക് പോവാം. ഇവിടെ നിറച്ച് ബസ്സാണ് ഗൈസ്. ഞാൻ ഈ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന്റെ ചെറിയൊരു ഇതാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മളും കാര്യങ്ങളൊക്കെ പോകുമ്പോ കുറച്ച് ആൾക്കാരുണ്ടായിട്ടുള്ളൂ, വരുമ്പോ അവിടെ തോന്നുന്ന ആൾക്കാർ. പിന്നെ നമ്മളെ ഫ്ലാറ്റിലും കാര്യങ്ങളൊക്കെ അധികം ആൾക്കാരുണ്ട്, അതാണ് പ്രശ്നം. മനസ്സിലായോ? അപ്പോ നമ്മളും കാര്യങ്ങളൊക്കെ ഇനി നേരെ എത്താനായിട്ട് നമ്മളെ മറ്റേ ആദ്യത്തെ ഷെഡും പുതിയ ഷെഡും എടുത്ത് തന്നെയാണോ? അത് നിങ്ങൾ വീഡിയോ ഓണത്തോടെ കണ്ടോളൂ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ഇത് കൊടുത്തേക്കാം. അപ്പോ നമ്മളെ ഇനി വീഡിയോ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ല കിണ്ണം സ്ട്രോങ് എല്ലാ കണ്ടന്റും ഇതാക്കാൻ നിൽക്കും. പിന്നെ വേറൊരു കാര്യം എല്ലാവരോടും സോറി ആദ്യം ചോദിക്കുകയാണ്. നമ്മള് 1 മാസമായി വീഡിയോ ഇട്ടിട്ട് ഇപ്പോഴാണ് നമ്മളെ വീഡിയോയും കാര്യങ്ങളൊക്കെ കറലി ആയിട്ട് വരുന്നത് തന്നെ. അപ്പോ ഇങ്ങനെയല്ല പോകേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ തട്ടി ചെറുതായിട്ട് നമ്മള് ആ ഒരു ഉദീമ തട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മളെ മാപ്പ് റൂട്ട് കാണിക്കുന്നത്. അപ്പൊ ഇവിടൊക്കെ പോയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോ ഇതില് ഹസ്ബലൈലാൻഡിന്റെ ഷോറൂം തന്നെ ഞാൻ വെറുതെ ഒരു കണ്ടന്റിന് വേണ്ടി ചെയ്യാണ്. അപ്പോ അത് തന്നെ പറയാം, ഇതൊരു കണ്ടന്റ് ആണ് വെച്ചാൽ മരെ. അപ്പോ നമ്മളും കാര്യങ്ങളൊക്കെ ഇനി ഷോറൂമിൽ എത്തിയിട്ട് കാണാം. ഷോറൂമിക്ക് എത്തി കുറച്ച് പേപ്പർ വർക്ക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തിട്ട് കാണാം. അങ്ങനെ വെച്ചാൽ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ വണ്ടി ഒരിടത്ത് കൊണ്ടേ നിർത്തണം. ബട്ട് ഇവിടെ നിർത്താൻ പറ്റത്തില്ല. ഇവിടൊക്കെ ഒരു പണി നടത്തുന്ന സ്ഥലമാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് ഇവിടെ സർവീസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സർവീസ് ഇവിടെ ഉണ്ടായാൽ മതിയായിരുന്നു, എന്നാ പിന്നെ നമുക്ക് എല്ലാം ലാഭമായി സുഹൃത്തുക്കളെ. അപ്പോ നമ്മളും കാര്യങ്ങളൊക്കെ ഒന്ന് ഇവിടെ ഇങ്ങനെ സൈഡാക്കട്ടെ. അപ്പോ നമ്മളും കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ആ ഒരു ഇതോട്ട് പോവാം. ഇപ്പോ സമയം രാത്രി ആയിട്ട് അങ്ങനെ വെച്ചാമാരെ നമ്മളും കാര്യങ്ങളും നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ബട്ട് നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇറക്കിയപ്പോ നമ്മളെ BMR പോയിട്ടുണ്ട്. BMR വേറെ കല്യാണ ട്രിപ്പ് ഉണ്ടായിരുന്നു, അപ്പൊ അതിന് പോയിട്ടുണ്ട്. നമ്മൾ രാത്രിയാണ് ഇവിടെ വണ്ടി കൊടുന്ന് ഇട്ടിട്ട് ഇവിടെ ചെറിയൊരു സർവീസ് ഉണ്ട്. അതായത് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് ആൾക്കാർക്ക്. അപ്പോ ചെറിയ സർവീസ് ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോ നമ്മളെ ചെറുക്കൻ, അതായത് നമ്മുടെ ADP ചെറുക്കൻ ഇവിടെ ഉണ്ട് സുഹൃത്തുക്കളെ. ഇതിന് നിക് നെയിം നമ്മളും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടില്ല. നിക് നെയിം നമ്മൾ വിടുന്നതായിരിക്കും. അപ്പോ നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇതാ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു നെറ്റിപ്പട്ടം ഉണ്ടായിരുന്നു, അത് ഞാൻ അടുത്ത് ഊരിയതാണ്. പിന്നെ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് വർക്ക് സർവീസ് ഇല്ല, ബട്ട് നമ്മൾ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വണ്ടി കിട്ടിയെന്നാണ് അവർ പറയുന്നത്. ഇന്ന് ഇവർക്ക് ചെറിയൊരു വർക്ക്സ്, ഇന്ന് സർവീസുകൾ മാത്രമേ അവൈലബിൾ ഉള്ളൂ. സർവീസ് എപ്പോഴും അവൈലബിൾ ആണ്, ബട്ട് ഇന്ന് ആ ഒരു ഡേ ആണ് ആൾക്കാർക്ക് മൊത്തം. അപ്പോ അവരും കാര്യങ്ങളൊക്കെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഡിലേ ആയതുകൊണ്ട് കാരണം നമ്മളും കാര്യങ്ങളൊക്കെ നമുക്ക് ഓർഡർ ചെയ്ത് തന്നാണ്. അപ്പൊ നമ്മള് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും നമ്മൾ വെച്ച് തരും, നിങ്ങൾ ഓർഡർ ചെയ്തല്ലേ എന്ന് ഉദ്ദേശിച്ചത്. അപ്പോ നമ്മളെ ചെറുക്കനും കാര്യങ്ങൾ ഇവിടുന്ന് വയ്യ തെറ്റി സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ ഇനി ബേക്ക് എടുക്കുകയാണ്. ബേക്ക് എടുക്കാൻ എന്താന്ന് വെച്ചാൽ നമ്മളെ വയ്യ എത്തിയിട്ടുണ്ട്. വഴി ഇവിടെ അല്ല, അതിൽ കൂടിയാണ് നമ്മൾ പോകേണ്ടത്. ബട്ട് നമ്മളെ ഇതിന്റെ അടുത്താണ്, ഷെഡിന്റെ അടുത്ത് ആയതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്കൊരു കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കുന്ന സർവീസിനൊക്കെ നമ്മൾ വരാറുണ്ട്, നമ്മൾ ആദ്യമായിട്ടൊന്നും അല്ല. ബട്ട് ഇന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളതായിരുന്നു, വേറൊരു സ്ഥലത്തു നിന്നായിരുന്നു. അതാണ് അങ്ങനെയാണ് നമുക്ക് ചെറിയ തിരിവായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോ നമ്മൾ വണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ നേരെ നമ്മൾ സ്ഥലത്തേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മളും കാര്യങ്ങളൊക്കെ വണ്ടിയും കാര്യങ്ങളൊക്കെ വിളിട്ട് അങ്ങോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ഇത് നമ്മളെ മറ്റേ ഒരു ഇതില്ല, നമ്മൾ ആദ്യത്തെ ഷെഡിന്റെ ആയി കൂടിയായിരുന്നു നമ്മൾ വരുന്നത്. അപ്പൊ നമ്മളെ ഷെഡിക്ക് നമ്മൾ ഇനി നേരെ പോവുകയാണ് സുഹൃത്തുക്കളെ, നേരെ പോവുകയാണ്. അങ്ങനെ നമ്മളും കാര്യങ്ങളൊക്കെ നേരെ പോയി. അപ്പോ നമ്മളെ BMR ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയൊരു ഫോട്ടോ പരിപാടി ഒന്നും ഇപ്പൊ നടക്കത്തില്ല. അപ്പൊ അത് കാരണം നമ്മള് ഫോട്ടോ പരിപാടി ഒന്നും ഇപ്പൊ എടുക്കത്തില്ല. നമ്മളെ BMR വന്നിട്ട് നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പോ നമ്മളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമ്മളെ ADPന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ തിരിക്കാൻ ചെറിയൊരു പണിപ്പെടേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ക്ലീനറൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ തന്നെ നല്ല പണിപ്പെട്ടെടുക്കേണ്ടി വരും. ഇപ്പൊ ചെയ്സായി ഒന്നാണ് കുറച്ച് പേടിക്കാനില്ലാത്തത്. ചെയ്സ് അല്ലെങ്കിൽ നമ്മളും കാര്യങ്ങളൊക്കെ നല്ല പണി വിടുമായിരുന്നു. അപ്പോ നമ്മളും കാര്യങ്ങളൊക്കെ
വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതൊരു ADP വണ്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് നമ്മൾ വൈറ്റ് പെയിന്റിലാണ് അടിക്കുന്നത്. വൈറ്റ് പെയിന്റിൽ അടിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ വണ്ടി ഇങ്ങനെ കുറച്ച് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ് കളറിൽ അടിക്കുന്നത്. പിന്നെ വേറൊരു പ്രശ്നം പറയാം, നമ്മളെ ADP ചെറുക്കൻ്റെ മോഡ് വേറൊരു ടീംസാണ് ചെയ്തു തരുന്നത്. ബട്ട് നമ്മളെ ADP ചെറുക്കൻ്റെ ലിവറി നമ്മൾ തന്നെ ചെയ്യും. എല്ലാ ലിവറിയും നമ്മൾ തന്നെ ചെയ്യല്. ചെറുവിന് ടെക്സ്റ്ററൊക്കെ അതൊക്കെ നമ്മളെ തന്നെ സെറ്റ് ആക്കുള്ളൂ. അപ്പോ ഇന്ന് മാത്രം നമ്മൾ കുറച്ച് ഓടിച്ചെടുക്കും. നാളെയാണ് നമ്മൾ പ്രകാശിലോട്ട് പോകുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.